അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് ഡൊണാൾഡ് ട്രംപ് നേടിയത്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വിരമിച്ച ആർമി നാഷണൽ ഗാർഡ് ഓഫീസറും ഇന്ത്യൻ കോക്കസിന്റെ തലവനുമായ മൈക്ക് വാൾട്സിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇക്കാര്യം പരിചയമുള്ള ഒരാൾ തിങ്കളാഴ്ച അസോസിയേറ്റ് പ്രസിനോട് പറയുകയുണ്ടായി. കിഴക്കൻ മധ്യ ഫ്ലോറിഡയിൽ നിന്നുള്ള 3 തവണ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗവും ട്രംപിന്റെ ഉറച്ച പിന്തുണക്കാരനുമാണ് വാൾട്സ്. അഫ്ഗാനിസ്ഥാനിൽ ഒന്നിലധികം പര്യടനങ്ങൾ നടത്തിയ അദ്ദേഹം പെന്റഗണിൽ 2 തവണ പോളിസി അഡ്വൈസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. സെനറ്റ് സ്ഥിരീകരണം ആവശ്യമില്ലാത്ത ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ സ്ഥാനത്ത് കാര്യമായ ഭാരം നിലനിൽക്കുന്നുണ്ട്. യുക്രൈനിൽ ആയുധങ്ങൾ നൽകുന്നത് മുതൽ ഉത്തര കൊറിയയും റഷ്യയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സഖ്യം കൈകാര്യം ചെയ്യുന്നതുവരെയുള്ള ദേശീയ സുരക്ഷാ പ്രതിസന്ധികളുടെ ഒരു പരമ്പരയുടെ മുൻനിരയിൽ വാൾട്സ് ഇടം പിടിക്കുകയും ചെയ്തു. മൈക്ക് വാൾട്സ് ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധരായ പ്രതിനിധി സഭയിലെ നിയമനിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ രാജ്യനിർദ്ദിഷ്ട ഉഭയകക്ഷി സഖ്യമായ ഇന്ത്യയും ഇന്ത്യൻ അമേരിക്കയെക്കുറിച്ചുള്ള കോൺഗ്രസ് കോക്കസിന്റെ കോചെയറാണ്. തന്റെ സ്ഥാനത്ത് ഇന്ത്യയുമായുള്ള ശക്തമായ US പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായി വാൾട്സ് ശക്തമായി വാദിച്ചിരുന്നു. ഞങ്ങൾ ഈ പങ്കാളിത്തം തുടരുന്നതിനും നമ്മുടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഏഷ്യയിലെയും ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും ഈ കോൺഗ്രസിന്റെ ഹൗസ് ഇന്ത്യ കോക്കസിന്റെ കോചെയറായി പ്രവർത്തിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം റിപ്പബ്ലിക്കന്മാരുടെ ചൈന ടാസ്ക് ഫോഴ്സിലും വാൾട്സ് ഉണ്ടായിരുന്നു. ഇൻഡോ പസഫിക് മേഖലയിൽ സംഘർഷമുണ്ടായാൽ US സൈന്യം വേണ്ടത്ര തയ്യാറല്ലെന്ന് വാദിക്കുകയുണ്ടായി. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിനാശകരമായ പിൻവാങ്ങലിന് ബൈഡൻ ഭരണകൂടത്തെ അദ്ദേഹം ആക്ഷേപിക്കുകയും ട്രംപിന്റെ വിദേശനയ വീക്ഷണങ്ങളെ പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, യുക്രൈനെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ വികസിച്ചുവെന്ന് വാൾട്സ് പറയുകയുണ്ടായി. റഷ്യയുടെ 2022 യുക്രൈൻ അധിനിവേശത്തിനു ശേഷം റഷ്യൻ സേനയെ പിന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നതിന് കിയേവിന് കൂടുതൽ ആയുധങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ മാസം നടന്ന ഒരു പരിപാടിയിൽ യുക്രൈനിലെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ടതുണ്ടെന്നും വാൾട്സ് അഭിപ്രായപ്പെട്ടു. ഫ്ലോറിഡയിൽ നിന്നുള്ള ഒരു കോൺഗ്രസുകാരനെന്ന നിലയിൽ വംശീയതയെക്കുറിച്ച് ചില സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ഒരു യാഥാസ്ഥിതിക പ്രസ്ഥാനത്തെ മുൻനിരയിൽ അദ്ദേഹം നിലനിന്നിരുന്നു. അതിന്റെ സൈനിക ഉദ്യോഗസ്ഥരെ വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല, അദ്ദേഹം പെന്റഗണിൽ പ്രകടനം നടത്തുന്നതിൽ പരാജയപ്പെട്ട ജനറൽമാരെയും സിവിലിയൻ ബ്യൂറോക്രാറ്റുകളെയും പുറത്താക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ വിലപിച്ചിട്ടുണ്ട്. നാറ്റോയോടുള്ള അദ്ദേഹത്തിന്റെ സംശയം മുതൽ തെരുവുകളിലെ പ്രതിഷേധം ശമിപ്പിക്കാൻ സൈന്യത്തെ വിന്യസിപ്പിക്കാനുള്ള സന്നദ്ധത വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പെന്റഗൺ പ്രതിരോധം നേരിട്ടതിനു ശേഷം തന്റെ 2ാം ഭരണത്തിൽ ട്രംപിന് തന്റെ സൈനിക നേതാക്കളെക്കുറിച്ച് ശക്തമായ വീക്ഷണമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്.